Hello students, next question വായിച്ചോളൂ. In case of breach of contract, the court may award compensation or damages. So explain the circumstances when the court may award ordinary damages, special damages and liquidated damages under the provisions of the Indian Contract Act 1872. അപ്പം നമ്മൾ ഒരു കരാറിൽ വീഴ്ച വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് കോർട്ട് ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. ഇതിന് നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കണം എന്ന് പറയും. അങ്ങനത്തെ കേസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എന്നിട്ട് നമ്മൾ പറയാണ് അവസാന നിമിഷം ഒരാൾ നമുക്ക് വേണ്ടി സർവീസൊക്കെ ചെയ്ത് പകുതിയായ സമയത്ത് നമ്മൾ പറയുകയാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിക്ക് നഷ്ടം വന്നിട്ടുണ്ടാവും. ആ നഷ്ടം കോടതി മുഖാന്തരം ആ നഷ്ടം വന്ന ആൾക്കത് ക്ലെയിം ചെയ്ത് ബാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ഏതൊക്കെയാണ്, ഏത് പ്രൊവിഷനാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ? കമോൺ നോക്കാം. കണ്ടോ, ഓർഡിനറി ഡാമേജസിനെ കുറിച്ചാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സ്പെഷ്യൽ ഡാമേജസിനെ പറ്റി ചോദിച്ചിരുന്നു, ലിക്വിഡേറ്റഡ് ഡാമേജിനെ പറ്റിയും ചോദിച്ചിരുന്നു. സോ എന്താണ് ഓർഡിനറി ഡാമേജസ്? സാധാരണഗതിയിലുള്ള ഡാമേജസ് നോക്കൂ. വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ ബ്രോക്കൺ. So when a contract has been broken, break ചെയ്തു കോൺട്രാക്റ്റ്, the party who suffers from such breach, the party who suffers from such breach, അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊരു പാർട്ടി അനുഭവിച്ചാൽ suffers by such breach, the party who suffers by such breach is entitled to receive, അദ്ദേഹത്തിന് റിസീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. the party who suffers by such breach is entitled to receive from the party who has broken the contract. ഏത് പാർട്ടിയിൽ നിന്നാണോ ആ ഒരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യപ്പെട്ടത്, ആ ബ്രേക്ക് ചെയ്യപ്പെട്ട പാർട്ടിയുടെ കയ്യിൽ നിന്നും സഫർ ചെയ്യപ്പെട്ട പാർട്ടിക്ക് ആ എന്താണോ കോമ്പൻസേഷൻ, എന്താണോ ഡാമേജ് വന്നത് അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എന്നാണ് പറയുന്നത്. സോ he is entitled to receive the compensation. So when a contract has been broken, the party who suffers by such breach is entitled to receive from the party who has broken the contract compensation for any loss or damage. നഷ്ടപരിഹാരം for any loss or damage. So compensation for any loss or damage caused to him thereby എന്നുള്ളതൊക്കെ എപ്പോഴും ലോയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അപ്പം compensation for any loss or damage caused to him thereby, so which naturally arose in the usual course of things ഫ്രം സച്ച് ബ്രീച്ച്. ഇപ്പം നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റ് ചില കേസുകളിൽ എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടാറുണ്ട് അല്ലേ. അതായത് ഒരു സ്റ്റാമ്പ് പേപ്പറുള്ള ഒരു എഗ്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ മുദ്ര പേപ്പർ അങ്ങനെയൊക്കെ പറയില്ലേ ലാൻഡിൻ്റെ ഒക്കെ സെയിലിൻ്റെ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് അത്രയും രൂപയുള്ള 2000 രൂപയോ 22,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അങ്ങനെയൊക്കെ വിലയുള്ളൊരു പേപ്പറിലായിരിക്കും നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചെയ്ത ആൾക്ക് ആ ഒരു കോമ്പൻസേഷൻ എന്തായാലും കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ എനി ലോസ് ഓർ ഡാമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിച്ച് നാച്ചുറലി അറോസ് ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം സച്ച് ബ്രീച്ച് which the parties know when they made the contract to be likely to result from the breach of it. കണ്ടോ, കരാറുണ്ടാക്കുമ്പോൾ കക്ഷികൾക്ക് അത് ലംഘിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. which the parties know അതായത് കക്ഷികൾക്ക് അറിയാമായിരുന്നു when they made the contract, കരാറുണ്ടാക്കുമ്പോൾ to be likely to result from the breach of it, ലംഘിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു അല്ലേ. സോ ടു ബി ലൈക്ലി ടു റിസൾട്ട് ഫ്രം ദ
breach of it. Next ആണ് special damages, where a party to a contract receives a notice of special circumstances affecting the contract. അതായത് ഇപ്പോൾ ഒരു വണ്ടി റെൻറ്റിന് എടുത്തു. അപ്പോൾ വണ്ടിക്ക് പ്രശ്നം കാരണം ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾക്ക് ആക്സിഡൻറ്റ് പറ്റി. അപ്പം ആ ആക്സിഡൻറ്റ് പറ്റിയ ഹോസ്പിറ്റൽ ചാർജസ് ആണ് സ്പെഷ്യൽ ഡാമേജസ്. ആ സ്പെഷ്യൽ ഡാമേജസും ആരെടുക്കേണ്ടി വരും? ഈ റെൻറ്റിന് കൊടുത്ത ആൾ എടുക്കേണ്ടി വരും. അതുകൂടാതെ ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞത് ബ്രീച്ചായി, അതായത് അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി കൊടുത്തതിൻ്റെ പേരിൽ ഈവൻ ഈ അദ്ദേഹത്തിന് അത് അറിയാമോ അറിയില്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തിയില്ല. ആ വണ്ടി ഇദ്ദേഹത്തിൻ്റെതായതുകൊണ്ട് അതിന് ഒരിക്കലും റെൻറ്റ് വാങ്ങാനായിട്ട് പാടില്ല. അതായത് ആ 10 ദിവസം ഓടിക്കാൻ കൊടുത്തു, പക്ഷേ ആ കാറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഓടിക്കാൻ കൊടുത്തപ്പോഴൊന്നും ഇദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. ശരിക്കും ആ കാറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അറിയുമായിരുന്നെങ്കിലും അറിയില്ലെങ്കിൽ കൂടെ ആ ഒരു 10 ദിവസത്തെ റെൻറ്റ് വാങ്ങാനായിട്ട് പാടില്ല. ദി അതർ പാർട്ടിയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലായ പാർട്ടി, ആ പാർട്ടിക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പം തന്നെ അത് വാങ്ങാനും പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ സ്പെഷ്യൽ ഡാമേജ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ ചാർജസും ആരെടുക്കേണ്ടി വരും? സ്പെഷ്യൽ ഡാമേജ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ ചാർജസും ഈ വണ്ടീൻ്റെ ഓണർ എടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഹിയർ സ്പെഷ്യൽ ഡാമേജസ്. ഇതന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ, നോക്കിക്കോളൂ. വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. വേർ എ പാർട്ടി ടു എ കോൺട്രാക്ട് റിസീവ്സ് എ നോട്ടീസ് ഓഫ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എഫക്റ്റിംഗ് ദ കോൺട്രാക്ട്. കണ്ടോ, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൻ്റെ ഒരു നോട്ടീസ് റിസീവ് ചെയ്തു, അതായത് ഹോസ്പിറ്റലിലത്തെ ബില്ല് റിസീവ് ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ where a party to a contract receives a notice of special circumstances affecting the contract, കോൺട്രാക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണത്. ഓക്കെ, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഇഫക്റ്റിംഗ് ദ കോൺട്രാക്ട്, he will be liable not only for the damages arising naturally. So arising നാച്ചുറലി സംഭവിക്കുന്ന ഈ ഡാമേജസിന് മാത്രമല്ല അദ്ദേഹം ലയബിൾ ആവുന്നത്. അദ്ദേഹം ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള സർക്കംസ്റ്റാൻസസിന് വരുന്ന നോട്ടീസിൻ്റെ ബില്ലും കൂടെ പേ ചെയ്യാനും കൂടെ ലയബിൾ ആയിരിക്കും, ബാധ്യസ്ഥനായിരിക്കും. ആൻഡ് ഡയറക്ട്ലി ഫ്രം ദ ബ്രീച്ച് ബട്ട് ഓൾസോ ഫോർ സ്പെഷ്യൽ ഡാമേജസ്. കണ്ടോ, അതായത് ഹി വിൽ ബി ലയബിൾ നോട്ട് ഓൺലി ഫോർ ദ ഡാമേജസ് അറൈസിങ് നാച്ചുറലി ആൻഡ് ഡയറക്ട്ലി ഫ്രം ദ ബ്രീച്ച്. അതായത് ഡയറക്റ്റ്ലിയും നാച്ചുറലിയും ബ്രീച്ചിൽ നിന്ന് സംഭവിച്ചത് എന്താണിപ്പോൾ? പൈസ 10 ദിവസത്തിന് തരാമെന്ന് പറഞ്ഞു അല്ലേ, ആ പൈസ തന്നില്ല, അപ്പോൾ ബ്രീച്ചായി. അവിടെ പാവം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് അത് കൊടുക്കണ്ടെന്നാണ് കോടതി പറയുക എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങാതിരിക്കാനാണ് ഇവിടുത്തെ അയാളുടെ ബാധ്യത. ഓക്കെ, അപ്പം ഹി വിൽ ബി ലയബിൾ നോട്ട് ഓൺലി ഫോർ ദ ഡാമേജസ് അറൈസിങ് നാച്ചുറലി ആൻഡ് ഡയറക്ട്ലി ഫ്രം ദ ബ്രീച്ച് ബട്ട് ഓൾസോ ഫോർ സ്പെഷ്യൽ ഡാമേജസിനും അദ്ദേഹം ബാധ്യസ്ഥനാണ്, ബട്ട് ഓൾസോ ഫോർ ദ സ്പെഷ്യൽ ഡാമേജസ്. ഇനി നെക്സ്റ്റ് ആണ്, പല സ്ഥലത്തും ഇത് ഉപയോഗിക്കാം എന്ന്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഉപയോഗിക്കാം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇനി ലിക്വിഡേറ്റഡ് ഡാമേജ് ഉണ്ട്, അതെന്താണ്? ഇസ് എ ജെന്യുവിൻ pre-estimate of compensation of damages for certain anticipated breach of contract. I will give you a good example. നോക്കിക്കോ, imagine a tenant signs a 1-year lease to rent an apartment from a landlord. Okay, ഒരു ലാൻഡ്ലോഡിൻ്റെ കയ്യിൽ നിന്നും 1 വർഷത്തേക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈൻ ചെയ്തു ഒരു ടെനൻറ്റ്. ഓക്കെ, ദ ലീസ് ഇൻക്ലൂഡ്സ്, അപ്പോൾ ആ ലീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സ്റ്റേറ്റിംഗ് ദ ടെനൻറ്റ് മസ്റ്റ് പേ 2 months റെൻറ്റ് ഇഫ് ദേ ബ്രേക്ക് ദ ലീസ് ഏർലി. അപ്പോൾ ഈ ലീസ് ഏർലി എങ്ങാനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തെ റെൻറ്റ് ടെനൻറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ടെനൻറ്റ് ബ്രീച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനത്തെ ഒരു മെഷറൊക്കെ പറയുന്നത്. ഇതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങാനും ഈ ബ്രീച്ച് എങ്ങാനും നടത്തി കഴിഞ്ഞാൽ ഈ 1 ഇയറിന് ലീസ് എടുത്തത് 1 ഇയറിന് മുന്നേ എങ്ങാനും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തെ റെൻറ്റ് പേ ചെയ്യേണ്ടി വരും. മസ്റ്റ് പേ 2 months റെൻറ്റ് എന്നാണ്. So if they break the lease early, so before the move-in date, the tenant emails the landlord and says, I have decided to rent a
different apartment and won't be moving in. ഇത് ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ട് ഇതൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഇത് എടുക്കണില്ല എന്നാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് ആൻ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ്, because the tenant has clearly communicated their intent not to fulfill their contractual obligation moving in and paying rent before the lease term even began. കണ്ടോ, ലീസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവരങ്ങനെ പറഞ്ഞു, ഈവൻ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ ലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലോസ് ദ ലാൻഡ് ലോഡ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി സ്യൂ ദ ടെനൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു ഫ്ലാറ്റ് പുതിയത് റെൻറ്റിന് എടുത്തപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു 50,000 റുപ്പീസ് അവർ വാങ്ങിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നാണ് ഇവിടെ നിന്ന് പോണത് അന്നായിരിക്കും ആ ഒരു 50,000 രൂപ നമുക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഒരു 7 months സ്റ്റേ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോണ സമയത്ത് ആ ഒരു 50,000 ക്ലെയിം ചെയ്തപ്പോൾ ആൾ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിക്വിഡേറ്റഡ് ഡാമേജസിൻ്റെ ക്ലോസ് പ്രകാരം പോണ സമയത്ത് തരും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇമ്മീഡിയറ്റ്ലി കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തപ്പോൾ ഈ 50,000 അഡ്വാൻസ് തരുന്നത് ലാസ്റ്റിൽ നമ്മൾ പോകുമ്പോൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൂട്ടരും സൈൻ ചെയ്തതല്ലേ. എന്നിട്ട് തരില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഈ ലിക്വിഡേറ്റഡ് ഡാമേജ് is a genuine pre-estimate of compensation of damages for certain anticipated breach of contract. ഇവിടെ ആക്ച്വലി ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഗൂഗിളിൽ നിന്ന് കിട്ടിയ ആ ഒരു എക്സാമ്പിൾ ഇല്ല, അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ബിക്കോസ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്നേക്കാളും മുമ്പ് തന്നെ അത് ബ്രീച്ച് ആവണത്. അതല്ലേ ഒരു കോൺട്രാക്റ്റിലേക്ക് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കയറുന്നതിന് മുമ്പ് തന്നെ അയാളത് ബ്രീച്ചാക്കി കളഞ്ഞു അല്ലേ. പക്ഷേ ആ ഒരു ടെനൻറ്റിൻ്റെ വിചാരം നമ്മൾ ഇതിലേക്ക് കയറി താമസിച്ചിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ തന്നെ നമ്മൾ ഡാമേജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ സൈനൊക്കെ ചെയ്തത് കാരണം ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, എഴുതി കൊടുത്ത് സൈൻ ചെയ്തതിൻ്റെ പേരിൽ എന്തായാലും ഈ ലിക്വിഡേറ്റഡ് ഡാമേജ് ക്ലോസ് പ്രകാരം കോമ്പൻസിയേഷൻ കൊടുത്തിരിക്കണം. അതാണ് ലോ എന്ന് പറഞ്ഞാൽ അല്ലേ, മര്യാദ ചട്ടങ്ങൾ പഠിപ്പിക്കുന്നതിനെയാണ് ലോ എന്ന് പറയുന്നത്. അപ്പം അതാണ് ലോ ഈസ് എ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ സൈൻ ചെയ്ത് എല്ലാതും ഒത്തു കഴിഞ്ഞിട്ട് അവസാനം ഇതിൽ നിന്ന് ഒഴിയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മര്യാദയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് നിയമം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് വേണമെന്ന് പറഞ്ഞത്. ഈസ് എ ജെന്യുവിൻ ആണ് pre-estimate of compensation of damages for certain anticipated breach of contract, and this estimate is pre-estimate ആണ് ഈ ഡാമേജ്. കാരണം ഓൾറെഡി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദിസ് എസ്റ്റിമേറ്റ് is agreed to between parties to avoid at a later date detailed calculation and the necessity to convince outside parties. ഇത് വായിച്ചാൽ മനസ്സിലാവും, ഒരു കരാറ് ലംഘനമുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട്, ലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഓൾറെഡി കെട്ടി വെച്ചിട്ട് ഇന്ന വർഷത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ അത് ആ ഒരു റെൻറ്റിന് കൊടുക്കുന്ന ആൾക്ക് നഷ്ടമാണല്ലേ. ആൾക്ക് നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടിയിട്ട് ഇങ്ങനെ പറയും. നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് നൽകേണ്ട നഷ്ടപരിഹാരത്തിൻ്റെ ഒരു യഥാർത്ഥ മുൻകൂർ എസ്റ്റിമേറ്റ് പറയും. അപ്പോൾ അങ്ങനെയെങ്ങാനും ലീസിന് 1 വർഷം എടുത്ത സംഭവം നിങ്ങൾ അതിന് മുമ്പെങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്ക് 2 മാസത്തെ റെൻറ്റ് തരേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ പോയിന്റ് ഹിയർ സെയിം. ആ യഥാർത്ഥ മുൻകൂർ എസ്റ്റിമേറ്റ് ആണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. ആ 2 മന്തിൻ്റെ ആ ഒരു റെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. സോ വിശദമായ കണക്കുകൂട്ടലുകളും പുറത്തുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് കക്ഷികൾ തമ്മിൽ സമ്മതിക്കുന്നത്. അപ്പോൾ വിശദമായ രീതിയിൽ കണക്കുകൂട്ടുന്നതിനൊക്കെ പകരം ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് പോലെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ മറ്റുള്ള മൂന്നാമത്തെ ഒരു പാർട്ടിനെ ബോധ്യപ്പെടുത്തുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ കക്ഷികൾ ഇങ്ങനെ തമ്മിൽ സമ്മതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഇത് വായിച്ചാൽ ഇനി കിട്ടും. ദിസ് എസ്റ്റിമേറ്റ് ഈസ് എഗ്രീഡ് ടു ബിറ്റ്വീൻ ദ പാർട്ടീസ്
to avoid at a later date detailed calculation and the necessity to convince outside parties. മറ്റുള്ള പാർട്ടികളെ ഔട്ട്സൈഡ് തേർഡ് പാർട്ടിയെ കൺവിൻസ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ലിക്വിഡേറ്റഡ് ഡാമേജിൻ്റെ ആ ഒരു എമൗണ്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനടി സ്യൂ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ലാൻഡ് ലോഡ് ചെയ്തതുപോലെ. സോ ഈസ് ജെന്യുവിൻ ആണ്. ഓൾറെഡി പറഞ്ഞു വെച്ചത് കാരണം ജെന്യുവിൻ ആയിട്ടുള്ളൊരു സത്യസന്ധമായിട്ടുള്ള ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു പൈസയ്ക്ക് അവകാശം ഉണ്ടല്ലേ, കാരണം ആ ഒരു ലീസിന് പറഞ്ഞ സമയത്തിന് മുമ്പ് പോകാനായിട്ട് പാടില്ലല്ലോ. ചിലപ്പോൾ ഈ ലാൻഡ് ലോഡ് ലീസിന് കൊടുത്തത് എന്തിനായിരിക്കും, ലാൻഡ് ലോഡ് ചിലപ്പോൾ വേറൊരു കൺട്രി വിസിറ്റ് ചെയ്യാൻ പോവായിരിക്കും. അപ്പോൾ അതുവരെ ഈ വീടൊക്കെ ഒന്ന് നോക്കി നടത്താൻ വേണ്ടിയിട്ടായിരിക്കും റെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇയാൾക്ക് ഒഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും 1 ഇയർ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 1 ഇയറിന് മുമ്പെങ്ങാനും പോയി കഴിഞ്ഞാൽ 2 മന്ത്സ് റെൻറ്റ് തരേണ്ടി വരും എന്ന് തന്നെ ഓൾറെഡി പറഞ്ഞേക്കാണ്. അതിങ്ങനെ ഇത്ര രൂപ പ്ലസ് ഇത്ര രൂപ അങ്ങനെ പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് 2 മന്ത്സ് റെൻറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഇവിടെ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ്റെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നെസസിറ്റി ടു കൺവിൻസ് ഔട്ട്സൈഡ് പാർട്ടീസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കോർട്ടിനോട് ഇത് കൺവിൻസ് ചെയ്തിട്ട് പറയണ്ടേ നമുക്ക്, ഇങ്ങനെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ്രിമെൻറ്റിൽ ഇത് എഴുതണേന്ന്. കാരണം എന്ത് കാര്യത്തിനും കോർട്ട് നീഡ് എവിഡൻസ്. അപ്പോൾ നമ്മൾ പറയാണ് ഇവൻ 2 മാസം റെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡേറ്റഡ് ഡാമേജ് ആയിട്ട്. നമ്മൾ വാക്കാലെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എഴുതിയിട്ടുള്ള ഒരു സൈൻ ചെയ്തിട്ടുള്ള പേപ്പറിൽ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അത് വിശ്വസിക്കുള്ളൂ. സോ നെസസിറ്റി ടു കൺവിൻസ് ഔട്ട്സൈഡ് പാർട്ടി. അപ്പം ഔട്ട്സൈഡ് പാർട്ടിയെ ആയിട്ടുള്ള നമ്മുടെ കോർട്ടിനെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഇത്ര ആയിരിക്കും ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റഡ് ബ്രീച്ച് കാണിച്ചു കഴിഞ്ഞാലെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇസ് എ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണല്ലേ, ന്യായമാണല്ലേ അത്. കാരണം ലാൻഡ് ലോഡ് 1 ഇയർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകണത്. അപ്പോൾ അതിന് മുമ്പ് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ കേസ് കൊടുക്കാം എന്നുള്ളത്, മുമ്പെങ്ങാനും പോയി കഴിഞ്ഞാൽ കേസ് കൊടുക്കുക എന്നുള്ളത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇസ് എ ജെന്യുവിൻ pre-estimate of compensation of damages for certain anticipated breach of contract, and this estimate is agreed between the parties to avoid at a later date detailed calculation and the necessity to convince outside parties. outside പാർട്ടീനെ കൺവിൻസ് ചെയ്യുന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കോർട്ടിന് ഇങ്ങനത്തെ ഈ കൈൻഡ് ഓഫ് എവിഡൻസ് ആണ് വേണ്ടത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ആയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്, കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.